നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൃത്യമായി കാര്യങ്ങൾ എന്നെ അറിയിച്ചിരിക്കണം. എപ്പോ, എങ്ങനെ, എവിടേക്ക് എന്നൊക്കെ ചെയ്യാം സാർ. ഞാൻ പറയുന്ന പോലെ ചെയ്താ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ ഞാനൊരു ഒറ്റ വിലങ്ങില് ശരവണനും കത്താള് കമ്പനിയും അകത്തു. ഇതേ രണ്ടും കൽപ്പിച്ചുള്ള കളിയാ, കൈവിട്ട കളി. അപ്പൊ വെച്ച് താമസിപ്പിക്കണ്ട ശരവണ. ആദ്യം നിന്റെ വക ഓപ്പറേഷൻ തന്നെ നടക്കട്ടെ. സാമ്പ്രാണിക്കോടി വിട്ട് തന്റെ മകള് ഓടണം. ആ ഓട്ടത്തിനിടയിൽ കുഞ്ഞിനെ കബനി വേട്ടയാടി പിടിച്ചോളൂ. അവിടുത്തെ കാര്യങ്ങള് മരിയൻ ചർച്ചിലിനെ ഏൽപ്പിച്ചിട്ട് മമ്മ വേഗം ഇങ്ങി പോര്. അതെന്താണെന്ന് വെച്ചാലേ, ഒരുപാട് ദിവസം അമ്മ വീട്ടിലില്ലാതിരുന്നാൽ ജയശങ്കറിന്റെ പുതിയ കളികൾ അറിയാൻ കഴിയാതെ വരും. അത് മാത്രമല്ല, അക്ഷരയുടെ മനസ്സിലേക്ക് മമ്മ ഇട്ടുകൊടുത്ത അവളുടെ അമ്മയുടെ മരണത്തിന്റെ ദുരൂഹതയുടെ തിളക്കം, ആ സംശയത്തിന്റെ ഗ്രാവിറ്റി അത് പതിയെ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് ഊതി ഊതി ആളിപ്പടർത്താൻ മമ്മ ഇവിടെ വേണം. ഓക്കെ മമ്മ, ടേക്ക് കെയർ, ബൈ. മമ്മേ, മാഡം ഒന്ന് തിരിക്കും ഗോവയിൽ നിന്ന്. ആ, വെരി നെക്സ്റ്റ് ഡേ. ഞാനിങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് ഗോവയിൽ നമുക്കങ്ങനെ നഷ്ടങ്ങളൊന്നുമില്ല. നമ്മുടെ ഡ്രഗ് പെറ്റൽസിന് ഒന്നും സംഭവിക്കത്തുമില്ല. എന്നാലും ഇടയ്ക്കൊന്ന് ഓടിയെത്തണം. നമ്മുടെ നോട്ടം ഉണ്ടെന്ന് എല്ലാരെയും ഒന്ന് അറിയിക്കാൻ. അത് വേണം. അല്ലെങ്കിൽ മരിയയ്ക്കും കുട്ടികൾക്കും തോന്നും അവരങ്ങ് വളർന്നു എന്ന്, സ്വന്തമായി എന്തും ചെയ്യാമെന്ന്. അങ്ങനെ തോന്നിയാൽ അവർ പിന്നെ 2025 പുലരുന്നത് നരകത്തിലിരുന്ന് കാണും. വിശാലിനെ ആരെങ്കിലും ബൈപ്പാസ് ചെയ്യുന്നതോ ഡ്രസ് പാസ് ചെയ്യുന്നതോ വളരെ അപകടം പിടിച്ച പണിയാണ് വക്കീലെ. വക്കീലും അതൊന്നും മനസ്സിൽ വെച്ചോ. അയ്യോ, നമ്മളൊന്നിനുമില്ല. നമ്മളൊരു കുഞ്ഞുകൂട്ടി പരാധീനം. ചുമ്മാ പറഞ്ഞ വക്കീലെ, താൻ നെർവസ് ആവണ്ട. ആ, എന്തായി തിരക്കാൻ പോയ കാര്യങ്ങൾ? നേരത്തെ ഉണ്ടായിരുന്ന ഊഹങ്ങളൊക്കെ ശരി തന്നെ. സ്വാമിനാഥനെന്നോ സേതുനാഥനെന്നോ മറ്റോ ആണ് ശരിക്കുള്ള പേര്. അതും ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരു കാര്യം കൃത്യം, ജയശങ്കറിന്റെ രഹസ്യ സമ്പാദ്യങ്ങളുടെ കാവൽക്കാരൻ ആ സ്വാമിയാണ്. നിധി കാക്കുന്ന ഭൂതം. അതെ, സ്വാമിയുടെ പേരിലാണ് മുഴുവൻ ബിനാമി ഇടപാടുകളും രഹസ്യ ഡീലിങ്സുകളും. വിശാൽ സാറിനെതിരെ നാഗർകോവിലിൽ നിന്ന് ഇവിടെ ടീമിനെ ഇറക്കിയതും സ്വാമിയാണ്. ആ, അതെനിക്കറിയാമായിരുന്നു. നാഗർകോവിലെ ടീമിൽ ഒരുത്തനെ നമ്മുടെ പിള്ളേര് ലോക്ക് ചെയ്തിട്ടുണ്ട്. നുള്ളി നോവിക്കരുത് അവനെ. അവനെ മുമ്പിൽ വെച്ച് നമുക്ക് മറ്റൊരു കളിയുണ്ട്. എന്ത് കളി? പറയാം. ചോര പൊടിയാതെ ജയശങ്കറിനെ ഇഞ്ചിഞ്ചായി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നൊരു കളി താൻ കണ്ടോ? അല്ല സാറ് ക്ലിനിക്കൊക്കെ വിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ഓട്ടോ ഓടിക്കുന്ന അത്ര മോശമാണോ സ്വാമി? അന്തസ്സുള്ള തൊഴിലല്ലേ? മോഷണം അന്തസ്സുള്ള തൊഴിലാന്ന് കരുതുന്നവര് സമൂഹത്തിലുണ്ട്. ആ തോന്നലിൽ നിന്നും ആ തെറ്റായ ധാരണയിൽ നിന്നും അവരെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ സ്വാമി? കാക്കയെ എത്ര തേച്ച് മിനിക്കാലും കൊക്കാവോ സാറേ? നമുക്ക് നോക്കാം സ്വാമി. പരുന്ത് കൈ നീട്ട്.
അക്ഷര അതവൻ കൊടുക്ക്. ദാ, ഇത് പരുന്തിനാ. എനിക്കോ? ആ പരുന്തിനൊരു സമ്മാനം. ഇത്രയും കാലം ഓടിച്ച വഴിയിലൂടെയല്ല ഇനി ജീവിതം ഓടിക്കേണ്ടത്. പുതിയ ജീവിതത്തിലേക്ക് ഓടിക്കാനാ ഈ വാഹനം. പഴയ വഴിയിലേക്ക് ഒരു റോങ് ടേൺ ഉണ്ടാവുകയരുത്. ഇല്ല സാർ. ഒരു ഓട്ടോറിക്ഷ ഇവന്റെ വലിയ മോഹമായിരുന്നു സാറേ. അതെ, തരത്തിന് കിട്ടിയ ഒരെണ്ണം എവിടെന്നെങ്കിലും പൊക്കണമെന്ന് എന്റെ പൊന്നളിയൻ പരുന്ത് എപ്പോഴും പറയായിരുന്നു സാറേ. അതെ അതെ. ഇപ്പൊ എങ്ങു നിന്നും റാഞ്ചാതെ തന്നെ പരുന്തിനൊരു പുതിയ ഓട്ടോ കിട്ടിയല്ലോ. എങ്ങനെയുണ്ട് സ്വാമി ഓട്ടോ? നന്നായി ഓടിച്ച കൊള്ള സാർ. സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ അപകടത്തിൽ പെടും. അതിപ്പോ ഏത് വണ്ടിയാണെങ്കിലും അങ്ങനെയാണ് സ്വാമി. ഏത് വളവിലാണ് അപകടം പതിയിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആ സ്വാമി, നമുക്ക് നമ്മുടെ പരുന്ത് ഓട്ടോയിൽ ഒരു സവാരി പോയാലോ? എന്റെ പൊന്ന് സാറേ, അതിനൊക്കെ സാറും മാഡം അങ്ങോട്ട് പോയാ മതി. ഈ പരുന്തിന്റെ ചിറകിലിരുന്ന് പറക്കാൻ സ്വാമിക്ക് സമയമില്ല, താല്പര്യമില്ല. പോട്ടെ സാർ, എനിക്കിത്തിരി തിരക്കുണ്ട്. അങ്ങനെ ചെയ്തു അവര്? ചെയ്തു. അതിഷ്ടപ്പെടാത്തോണ്ടാണല്ലോ ഞാനിങ്ങോട്ട് പോകുന്നത്. അത്തരം പേക്കൂത്തുകൾക്ക് കൂട്ടുനിൽക്കേണ്ട കാര്യം സ്വാമിക്കില്ല. 1-2 ലക്ഷം വരുന്ന ഓട്ടോറിക്ഷ, അതും ഒരു പെരുങ്കള്ളന് സമ്മാനമായി കൊടുത്തിരിക്കുന്നു. എന്ത് കാര്യത്തിന്? ഒളിവ് ജീവിതത്തിന് സഹായിച്ചതിന്. കേസ് ഏറ്റെടുത്ത് ജയിലിൽ പോവാന്ന് പറഞ്ഞവനാ ഞാൻ. അപ്പൊ ഞാൻ പുറത്ത്, അവന്മാരകത്ത്. പരുന്തും വേലും ജമാലും. അങ്ങനെ സ്വാമിയെ വിട്ടിട്ടുള്ള ഒരു കളിക്കും ഞാനുണ്ടാവില്ല. ഇന്നൊരുത്തനും ഓട്ടോറിക്ഷ, നാളെ രണ്ടാമന് കാറ് കൊടുത്തേക്കും, മൂന്നാമന് സ്റ്റേഷനറി കട. സാമ്പത്തികമായി നമ്മളൊന്ന് ഞെരുങ്ങി നിൽക്കുമ്പോഴാ ഇതൊക്കെ ഒന്ന് ഓർക്കുമ്പോഴാ. അക്ഷരാമയുടെ ഇതിനൊക്കെ കൂട്ട് നിൽക്കണമെന്നതാ സങ്കടം. ഇപ്പൊ എന്നെ കാണുന്നത് ചതുർത്ഥിയ. സ്വാമിയെ ഒന്നും കാര്യമാക്കണ്ട. സ്വാമി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സാർ എന്നെ കാശ് ഏൽപ്പിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ സ്വാമി, സ്വാമി എന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയെന്ന്. അങ്ങനെയാണല്ലോ സാർ അന്ന് മുതൽ ഇന്ന് വരെ. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. എന്തായാലും ഞാൻ ഈ ഓട്ടോക്കാര്യം വിടാൻ തീരുമാനിച്ചിട്ടില്ല.